ഗാസയിലേക്കുള്ള മനുഷ്യാവകാശ സഹായങ്ങൾ കൂടുതൽ എത്തിക്കാനാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ചില നിർദ്ദിഷ്ട പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ഈ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. ഹമാസ് ഗാസയിൽ സാധാരണക്കാരെ മറയായി ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എയർ ഡ്രോപ്പ് ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു. അതേസമയം US പ്രതിനിധി സഭയിലും US സെനറ്റിലും ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള നേതാക്കൾ ഗാസയിൽ ഭക്ഷണവും മറ്റ് മാനുഷിക സഹായങ്ങൾ എത്തിക്കേണ്ട അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഗാസയിൽ സംഭവിക്കുന്നതെല്ലാം ഭീകരമാണെന്നും കുട്ടികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നതെന്നും ഭക്ഷണവും പണവും ജനങ്ങളിൽ നിന്ന് കവർച്ച ചെയ്യപ്പെടുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ ഇസ്രായേലിന്റെ താൽക്കാലിക സൈനിക നടപടി നിർത്തിവെക്കൽ എത്ര നാൾ തുടരുമെന്ന് വ്യക്തമല്ല. അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയുന്നതുവരെ സഹായ കോറിഡോറുകളും നിശ്ചിത പ്രദേശങ്ങളിലെ യുദ്ധവിരാമവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള എയർ ഡ്രോപ്പുകളും തുടരാനാണ് സാധ്യതയേറെയും. ഗാസയിലെ പാലസ്തീൻ ജനത ഹമാസിന്റെ ഇരകളാണെന്നും അവർക്ക് ഇതിലുമധികം നല്ലതും ഉത്തമവുമായവ ലഭിക്കേണ്ടതുണ്ടെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ തന്നെ പറയുന്നു.